എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നട്ട് വളർത്തേണ്ട കുറച്ച് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീടുകളിൽ എന്തെല്ലാം ചെടികളും പ്ലാന്റ്സും ഒക്കെ നട്ടു വളർത്തിയാലും ഒരു മരുന്നിനെങ്കിലും നമ്മൾ ഒരു കഷ്ണം മഞ്ഞളും തുളസിയും നട്ടു വളർത്തണം. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു തുളസിത്തയും ഒരു കട മഞ്ഞളും നട്ടു വളർത്തുന്നത് ഒരുപാട് ഐശ്വര്യം നൽകുമെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മുടെ മുറ്റത്ത് ഒരു തുളസിത്തൈ കണി കാണുന്നത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ കുളി കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരു തുളസിക്കതിർന്നുള്ളി തലയിൽ വെക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമായിരുന്നു അല്ലേ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ബ്യൂട്ടി പാർലറിൻ്റെ പിന്നാലെ പോകുമ്പോൾ പണ്ടുള്ളവരുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ മഞ്ഞളും എണ്ണയും കൂടെ അരച്ച് മുഖത്തും മേലൊക്കെ തേച്ച് കുളിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. ഇപ്പം അതൊന്നും ചെയ്തില്ലെങ്കിലും ഒരു കട മഞ്ഞളെങ്കിലും നമ്മൾ വീട്ടിൽ നട്ടു വളർത്തണം. ഈ ചെടി കണ്ട, ഇതാണ് കർളകം. മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ചെടീനെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കർളകം എന്നാണ് പറയുക. നമ്മൾക്ക് വല്ല എട്ടുകാലിയോ പഴുതാരിയോ മറ്റുള്ള ഇഴജന്തുക്കളിൽ നിന്നെല്ലാം വല്ല വിഷത്തിൻ്റെയും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കർളകത്തിൻ്റെ ഇലയും മഞ്ഞളും കൂടി അരച്ചിടുന്നതാണ് പണ്ട് കാലത്തുള്ളവർ. വിഷം തൊട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവർ കണ്ടിരുന്ന ഒരു ഒറ്റമൂലിയാണ് ഈ മരുന്ന്. കർളകം ഇപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കർളകത്തിൻ്റെ ഇല അന്വേഷിച്ച് ഒരുപാട് പേര് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട്. ഇതാണ് കൃഷ്ണവെറ്റില. കൃഷ്ണവെറ്റില നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറേ മൂലയിൽ ഒരു കവുങ്ങുമ്മേ ഈ കൃഷ്ണവെറ്റില നട്ടു വളർത്തുന്നത് വീടിന് വളരെ ഐശ്വര്യം നൽകുമെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. ഐശ്വര്യം ഒന്നും നൽകിയില്ലെങ്കിലും കൃഷ്ണവെറ്റില രാവിലെ ഒരില എടുത്ത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ ചെടി നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ടവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതാണ് മുറികൂടി. ഈ ചെടിക്ക് ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മുറികൂടി എന്നാണ് പറയുക. നമുക്ക് എന്തെങ്കിലും മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലയെടുത്ത് തിരിഞ്ഞ് ആ മുറിവ് പറ്റിയ ഭാഗത്ത് ഇതിൻ്റെ നീര് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുറിവ് കൂടി നല്ല വേഗം മുറിവൊക്കെ കൂടി ഉണങ്ങാൻ സഹായിക്കുന്ന നല്ലൊരു മരുന്നാണിത്. കുട്ടികളൊക്കെ ഓടി വീണിട്ട് മുട്ടിൻ്റെ തൊലിയൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ ഇലയെടുത്ത് ഒന്ന് തിരിഞ്ഞ് മുറിവ് പറ്റിയ ഭാഗത്ത് തേച്ച് കഴിഞ്ഞാൽ വേഗം ഉണങ്ങുമെങ്കിലും ഇതിന് നല്ല നീറ്റലുണ്ടായിരിക്കും കേട്ടോ തേക്കുമ്പോൾ. എന്നാലും പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ സഹായിക്കുന്ന നല്ലൊരു മരുന്നാണിത്. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണല്ലോ നമ്മുടെ പനിക്കൂർക്ക. പനിക്കൂർക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും നമ്മുടെ കുഞ്ഞു മക്കളുള്ള വീട്ടിൽ പനിക്കൂർക്കയും തുളസിയിലയും പ്രത്യേകം നമ്മൾ നട്ട് വളർത്തണം. അവർക്കൊരു കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കഫക്കെട്ടിനൊക്കെ നല്ലൊരു ആശ്വാസമാണ് പനിക്കൂർക്കയും തുളസിയിലയും. അടുത്തത് നമ്മൾ നടാൻ പോണത് ഒരു കറ്റാർവാഴയാണ് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർക്കണില്ല. നല്ല വളമുള്ള മണ്ണായതുകൊണ്ട് തന്നെ ചാണകപ്പൊടിയൊന്നും ഇടാണ്ട് വെറുതെ മണ്ണിലാണ് നട്ടേക്കണത്. എന്നാലും എൻ്റെ കറ്റാർവാഴയൊക്കെ നന്നായിട്ട് തന്നെ വളർന്നു നിൽക്കുന്നുണ്ട്. ഒരുപാട് കെമിക്കലൊക്കെയുള്ള കറ്റാർവാഴയുടെ ജെല്ലൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് തേക്കുന്നതിനേക്കാളും നല്ലത് നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു കറ്റാർവാഴ നട്ട് അതിൻ്റെ തണ്ട് മുറിച്ചിട്ട് ആ കിട്ടുന്ന ജെല്ല് തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മുടി വളരാൻ, എണ്ണ കാച്ചാനും എന്തെല്ലാം ഉപയോഗമാണ് നമുക്ക് കറ്റാർവാഴ കൊണ്ടുള്ളത്. അതുകൊണ്ട് വീട്ടിൽ നമ്മൾ ഒരു കറ്റാർവാഴ ചെടിയെങ്കിലും നട്ടു വളർത്തണം. പക്ഷേ അതൊരിക്കലും വീടിൻ്റെ മുൻവശത്ത് ആവരുത് നടുന്നത്. വീടിൻ്റെ ബാക്ക് ഭാഗത്ത് വേണം നട്ട് വളർത്താനായിട്ട്. നമ്മൾ ഒരിക്കലും വീടിൻ്റെ മുൻഭാഗത്ത് മുള്ളുള്ള ചെടികൾ നട്ട് വളർത്തരുത്. കറ്റാർവാഴയും പനിക്കൂർക്കയും നമ്മുടെ വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്ത് മൂലയിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. കറ്റാർവാഴ ചെടിക്ക് ഞാനിവിടെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും നൽകുന്നില്ലെങ്കിലും നല്ല ഭംഗിയായിട്ട് തഴച്ചു തന്നെയാണ് വളർന്നു നിൽക്കുന്നത്.
ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.